എന്നോട് ഹാബിന്റെ മുത്തുമണിക്കൊക്കെ റാച്ചല്ലേ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. ഞാന് കോടതിയിൽ നിന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എല്ലാവരും വിളിച്ച് ചോദിക്കാൻ പോയ കാര്യം എന്തായി. അപ്പൊ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു. അൽഹംദുലില്ലാ 4 കൊല്ലമായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ്, ആത്മീയ ചൂഷകനാണ്, പെണ്ണ് പിടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് 4 കൊല്ലമായി യൂട്യൂബർമാർ നമ്മളൊച്ചിട്ട് ഇങ്ങനെ കറക്കണം. ഒരു തെളിവില്ല. അപ്പൊ നമ്മളെന്താട്ടി സഹിച്ചു നിന്നു. അപ്പൊ അൽഹംദുലില്ലാ പല ആളുകളുടെ അഭിപ്രായ പ്രകാരം ഇന്ന് ഞാൻ എന്താട്ടി ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു പേടിക്കണ്ട, ആരൊക്കെ മോശമായ വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ CD-യിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു. അവർ അഡ്രസ്സൊക്കെ അവിടെ തപ്പിപ്പിടിക്കും ഇൻഷാ അല്ലാഹ്. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനെന്ന് വിളിച്ചവനും എന്റെ ഫോട്ടോ വെച്ചവനും തമ്പലൈനില് മോശമായി ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നിയമപരമായി നേരിടും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആർക്കും മറുപടി ഉണ്ടാവില്ല. ഇനി നിയമത്തിനാണുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒക്കെ ഹൈറാണ്. എല്ലാരും കൊടുക്കാനല്ല, നമ്മളെ ഇനി ഓല് ചെയ്യരുത്. നമുക്കൊരു മനുഷ്യന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് അങ്ങനെ അതുപോലെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒക്കെ കുറെ ആളുകളില്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് വളരെ മോശമായിട്ട് പറഞ്ഞില്ലേ, അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു തെളിയിക്കട്ടെ. അതിനു വേണ്ടി നിയമപരമായി നമ്മൾ നേടാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് വിജയം ഉണ്ടാകും. ഒരു സംശയമല്ല. ഒരാൾ പേടിക്കേണ്ട. ഫോട്ടോ വെച്ചവനും തെറി പറഞ്ഞവനും കുടുങ്ങിയിരിക്കും ഇൻഷാ അല്ലാഹ്.